പ്രിയപ്പെട്ടവരെ, സെഡോണ മെത്തേഡ് മെഡിറ്റേഷൻ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് റെക്കി ആധാരമായ സെഡോണ മെഡിറ്റേഷൻ ആണ്. അതിനു മുമ്പായി സെഡോണ മെത്തേഡ് അറിയില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിച്ചു തരാം. സെഡോണ മെത്തേഡ് നിലനിൽക്കുന്ന സന്തോഷം, ശാശ്വത വിജയം, ശാശ്വത സമാധാനം എന്നിവയുടെ താക്കോൽ ആണ്. നമ്മുടെ ഭൂതകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കൈപ്പേറിയ അനുഭവങ്ങൾ പലതും നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മെ അത്രയധികം വേദനിപ്പിച്ച് നമുക്ക് ഒട്ടും വില തരാത്ത അനുഭവങ്ങൾ ആയിരിക്കും അത്. ഒരുപക്ഷെ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ജീവിത പങ്കാളിയിൽ നിന്നോ മക്കളിൽ നിന്നോ ലഭിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ ആയിരിക്കാം. അല്ലെങ്കിൽ രക്തബന്ധമുള്ള അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള കൈപ്പേറിയ അനുഭവങ്ങളും ആകാം. സുഹൃത്തുക്കളിൽ നിന്ന് ആണെങ്കിൽ ഒരുപക്ഷെ അത് നമ്മുടെ ആത്മാർത്ഥത, സത്യസന്ധത ഇവയെ ചോദ്യം ചെയ്യുന്ന അനുഭവം ആയിരിക്കാനും ഇടയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിരപരാധി ആയിരുന്നിട്ട് കൂടി തെറ്റുകാരനായി അല്ലെങ്കിൽ തെറ്റുകാരി ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ അനുഭവം മൂലം സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും എന്തിനേറെ ജീവിത പങ്കാളിയും മക്കളും വരെ നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. ഒരു നല്ല ഈശ്വര വിശ്വാസിക്ക് മാത്രമേ ഈ സന്ദർഭത്തെ സംചിത്തതയോടെ നേരിടാൻ ആവുകയുള്ളൂ. കാലം എല്ലാ മുറിവും ഉണക്കും എന്ന് നമുക്കറിയാം. പക്ഷേ അത് പൂർണ്ണമായും ഭേദപ്പെട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പഴുത്തുകൊണ്ടിരിക്കും. അതായത് പുറമേ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ കനൽ അടങ്ങിയിട്ടുണ്ടാവില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ജ്വലിക്കും. തന്മൂലം നമ്മുടെ ജീവിതവും ദുഃഖദുരിതങ്ങൾ നിറഞ്ഞതായി മാറുന്നു. ഇത്തരം ഉണങ്ങാത്ത മുറിവുകൾ പിന്നീട് പല ശാരീരിക രോഗങ്ങളായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് നമ്മെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. അസുഖങ്ങൾ മൂലം ആശുപത്രിയിലും മറ്റും സമയം ചെലവഴിക്കേണ്ടി വരും. നമ്മെ ശുശ്രൂഷിക്കാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. എല്ലാറ്റിനും ഉപരി സാമ്പത്തിക നഷ്ടവും ടെൻഷനും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും, ഞാൻ എല്ലാം ക്ഷമിച്ചതാണ്, മറന്നതാണ്, പിന്നെ എന്താണ് എനിക്ക് ഇങ്ങനെ കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്നത്? അതായത് അന്യായം നേരിട്ടതും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നതും നമ്മൾ തന്നെ. നമുക്ക് ചുറ്റും എന്നും കഷ്ടപ്പാടും ദുരിതവും മാത്രമുള്ള ചിലരെ കാണാറില്ലേ? ഇതിന്റെ യഥാർത്ഥ കാരണം തങ്ങളോട് തെറ്റ് ചെയ്തവരോട് അവർ ക്ഷമിച്ചിരിക്കുന്നത് ശരിയായ വിധത്തിൽ അല്ല എന്നതാണ്. സെഡോണ മെത്തേഡ് എന്നത് പൂർണ്ണമായ ക്ഷമയാണ്. ഇത് 4 സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി കൊണ്ടുള്ള ഒരു ക്ഷമയാണ്. നമുക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നാം അവയെ അവഗണിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ സ്റ്റെപ്പിനെ നമുക്ക് പാക്കിംഗ് സ്റ്റെപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ നമ്മുടെ വേണ്ടാത്ത പഴയ സാധനങ്ങൾ വീട്ടിൽ നിരത്തിയിടാതെ പായ്ക്ക് ചെയ്ത് വെക്കാറില്ലേ? അതുപോലെ വേണ്ടാത്ത അനുഭവങ്ങളെയും ചിന്തകളെയും പായ്ക്ക് ചെയ്യുന്നു. വീട്ടിൽ പായ്ക്ക് ചെയ്ത് വച്ചിരിക്കുന്ന വസ്തുക്കൾ ഉപകാരം ഇല്ലാത്തവയാണ് എന്ന് അറിയാമെങ്കിലും അത് കളയാൻ നമ്മിൽ മിക്കവർക്കും മടിയാണ്. ഒന്നുകിൽ നമുക്ക് കത്തിച്ചു കളയാം, അല്ലെങ്കിൽ ആഖ്രി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് കൊടുക്കാം. രണ്ടായാലും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നീങ്ങി കിട്ടും. എന്നാൽ ചിലർ ഈ വസ്തുക്കൾ ആർക്കും കൊടുക്കാതെ അത് അവിടെ സൂക്ഷിക്കും. ചിലപ്പോൾ അത് ചുമന്നുകൊണ്ടും നടക്കും. ഇടയ്ക്ക് ആവശ്യം വന്നാലോ എന്ന ചിന്തയാണ്. ചിലർ അത് പുറത്തു മാറാപ്പ് പോലെ ചുമക്കും. ചിലർ അത് കയ്യിൽ കൊണ്ട് നടക്കും. എന്നാൽ അതിന് പൂട്ടിട്ട് അത് ഒരിടത്ത് വയ്ക്കാനോ ഉപേക്ഷിക്കാനോ തയ്യാറാകണം എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇത് ചെയ്യാൻ അല്പം ഇച്ഛാശക്തി ആവശ്യമാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനുള്ള ശക്തി നാം നേടിയെടുത്താൽ അടുത്തത് അവിടെ നിന്ന് അകന്നു പോകുക എന്ന സ്റ്റെപ്പാണ്. നമ്മൾ ഉപേക്ഷിച്ച സാധനത്തിന് കാവൽ നിൽക്കേണ്ടതില്ലല്ലോ. മാത്രമല്ല അത് കുറച്ചു കഴിയുമ്പോൾ കേടാകാനും ചീഞ്ഞു നാറാനും തുടങ്ങും. അവിടെ നിന്നാൽ നാറ്റം സഹിച്ചുകൊണ്ടേയിരിക്കണം. അതിനാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടി അകലാൻ ശ്രമിക്കണം. അതായത് സെഡോണ മെത്തേഡിന്റെ കാതൽ എന്ന് പറയുന്നത് പാക്കിംഗ് ചെയ്യുക, ഉപേക്ഷിക്കുക, ഓടി അകലുക, തിരിഞ്ഞു നോക്കാതിരിക്കുക, ഇങ്ങനെ 4 സ്റ്റെപ്പുകളാണ്. ഇവ 4ഉം കൂടി ചെയ്താൽ മാത്രമേ ഭൂതകാലത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നമുക്ക് പുറത്തുവരാൻ കഴിയുകയുള്ളൂ. ഓടി അകലുക എന്ന് പറയുമ്പോൾ നാമും ആ വസ്തുവുമായി ഒരു അകലം ഉണ്ടാകുന്നു. ഈ അകലത്തിലേക്ക് മറ്റു കാര്യങ്ങൾ കടന്നുവരാൻ സ്ഥലം കിട്ടുന്നു. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും
ക്രിയാത്മകമായ മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ പിന്നെ പഴയതിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് സമയം കിട്ടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ശാശ്വതമായ സന്തോഷം, സമാധാനം, ശാന്തി ഇവ കടന്നുവരുന്നു. സെഡോണ മെത്തേഡിന്റെ അടിസ്ഥാന തത്വം ഇതാണ്. അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് 4 തരം ആഗ്രഹങ്ങളിൽ നിന്നാണ്. സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഉള്ള ആഗ്രഹം, മറ്റുള്ളവരെ അടക്കി ഭരിക്കാനോ നിയന്ത്രിക്കാനോ ഉള്ള ആഗ്രഹം, സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ഐക്യത്തിൽ ആകാനുള്ള ആഗ്രഹം. ഈ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ആണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കാതെ അവയെ പോകാൻ അനുവദിച്ചാൽ നമുക്ക് കൂടുതൽ സന്തോഷത്തോടെ വിജയകരമായി ജീവിക്കാൻ സാധിക്കും. ഇതേപ്പറ്റി ഞാൻ മുൻപ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താൽപര്യമുള്ളവർ ആ വീഡിയോ കൂടി കാണുക. സെഡോണ മെത്തേഡ് എന്താണ് എന്ന് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്രായോഗികമായി ഉപയോഗിക്കുന്നത് എന്ന് ഒരു മെഡിറ്റേഷൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ വിശദമാക്കി തരാം. മെഡിറ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മെഡിറ്റേഷനിലേക്ക് വരാം. സ്വസ്ഥമായി ഒരിടത്ത് ഇരിക്കുക. ഈ മെഡിറ്റേഷൻ അതിരാവിലെ ചെയ്യുന്നത് ആണ് കൂടുതൽ നല്ലത്. ഉണർന്ന ഉടൻ തന്നെ പ്രാണായാമം ചെയ്യുക. ഒരു മൂക്ക് അടച്ചു പിടിക്കുക. മറ്റേ മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അടച്ചു പിടിച്ച മൂക്ക് തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട അതേ മൂക്കിൽ കൂടി ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. ആ സമയം മറ്റേ മൂക്ക് അടച്ചു പിടിച്ചിരിക്കണം. തുടർന്ന് അടച്ചു പിടിച്ച മൂക്ക് തുറന്ന് അതിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. 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 ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നുവന്ന ആ ഊർജം ഭൂമിയിലെ ഊർജകേന്ദ്രമായ ആധുനിക ആധ്യാത്മികതയുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന സെഡോണയിൽ നിന്നുള്ള ഊർജമാണ് എന്ന് സങ്കൽപ്പിക്കുക. ചുവന്ന പാറകളാൽ നിറഞ്ഞ അരിസോണയിലെ ഒരു പ്രദേശമാണ് സെഡോണ. തുറന്ന വാതിലുകൾ ഉള്ള കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെയുള്ള ഊർജം വളരെ പവർഫുൾ ആണ്. അതിന് ഹീലിംഗ് പവർ ഉണ്ട്. ആളുകൾ ഈ ഊർജം സ്വീകരിക്കുന്നതിനായി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാണായാമത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്ന ഈ ഊർജം സെഡോണയിലെ ഊർജത്തിന് സമമാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഇതിന് തീർച്ചയായും നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ ഊർജം വളരെ പവർഫുൾ ആണ്. ഈ ഊർജം സെഡോണയിൽ നിന്നുള്ള അതേ ഊർജമാണ്. ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുക. ഈ ഊർജം നിങ്ങളുടെ വേദനാജനകമായ അനുഭവങ്ങളെ നീക്കുന്നതിനു വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുക. നിങ്ങളിലുള്ള അന്ധമായ വിശ്വാസങ്ങളെ നീക്കുന്നതിനായി തീവ്രമായി ആഗ്രഹിക്കുക. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. അഗാധമായി ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക.
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുക: ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ തിരികെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരെയും ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അമിതമായ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എപ്പോഴും എന്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അമിതമായി അംഗീകാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇനി ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ച സംഭവങ്ങളിലേക്ക് മനസ്സുകൊണ്ട് പോവുക. ജനിച്ചപ്പോൾ മുതൽ ഇന്നുവരെയുള്ള ഓർക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിങ്ങൾക്ക് ഇവിടെ പരിഗണിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കെട്ടിനിൽക്കുന്ന സങ്കടം, ദേഷ്യം, പക, വഞ്ചിക്കപ്പെട്ട വേദന ഒക്കെ തിരിച്ചറിയുക. അവ വെറും വികാരങ്ങളാണ്, വസ്തുക്കളല്ല. നിങ്ങൾക്ക് അവയെ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. അതിനാൽ ഈ വികാരങ്ങളെ ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. നിങ്ങളുടെ പഴയ സാധനങ്ങൾ പെട്ടിയിൽ അടുക്കുന്നതുപോലെ ഇവയെ ഒരു പെട്ടിയിലാക്കി വയ്ക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് അതിന് കഴിയും. അതെ, നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഒരു തവണ ശ്രമിച്ചിട്ട് പറ്റിയില്ലെങ്കിൽ സാധിക്കുന്നത് വരെ ശ്രമം തുടരുക. അടുത്തതായി, മറ്റുള്ളവർ നമ്മെ എപ്പോഴും അംഗീകരിക്കണം എന്ന തോന്നലിനെ മനസ്സിൽ നിന്ന് ദൂരേക്ക് മാറ്റുക. അതിനായി സ്വയം ഇങ്ങനെ പറയുക: ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ട്. ഞാനെപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് പിന്നാലെ പോകേണ്ടതില്ല. അവർ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതെന്നെ ബാധിക്കില്ല. കാരണം എന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതെ, ഞാൻ സ്വയം അംഗീകരിക്കുന്നു. സ്വയം സ്നേഹിക്കുന്നു. ഇനി മുതൽ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടില്ല. മറ്റുള്ളവർ എപ്പോഴും എന്നെ സംരക്ഷിക്കണമെന്നും സഹായിക്കണമെന്നും ഞാൻ വാശി പിടിക്കില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി എന്റെ പക്കൽ ഉണ്ട്. എനിക്ക് ഒന്നിനും കുറവ് അനുഭവപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ നല്ല ആവേശമുണ്ട്. ആരും പ്രോത്സാഹിപ്പിക്കാൻ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം ഞാൻ സ്വയം ആവേശഭരിതനാണ്, ആവേശഭരിതയാണ്. ഇപ്പോൾ നിങ്ങൾ പെട്ടിയിലാക്കി പുറത്തു കയറ്റി വച്ചിരിക്കുന്ന ആ പഴയ വികാരങ്ങളെ നിലത്ത് ഇറക്കി വയ്ക്കുന്നു. ഹോ, എന്തൊരു ആശ്വാസം! ഇനിയും ഇവയുടെ അടുത്ത് നിന്നാൽ വീണ്ടും എടുക്കാൻ തോന്നിയാലോ? വേണ്ട, എനിക്ക് അവ ഇനി ഒരിക്കലും വേണ്ട. ഇതാ ഞാൻ ആ പെട്ടി ചവറ്റുകൂനയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് നടക്കുന്നു. അല്ല, ഓടുന്നു. ഇപ്പോൾ നിങ്ങളും പെട്ടിയും തമ്മിലുള്ള അകലം കൂടി വരുന്നു. നോക്കി നിൽക്കെ നിങ്ങൾക്കും പെട്ടിക്കും ഇടയിലേക്ക് ഒത്തിരി പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നു. ആ കാര്യങ്ങളെ നിങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള ലക്ഷ്യങ്ങൾ ആക്കി മാറ്റുന്നു. ആ ഓരോ ലക്ഷ്യത്തെയും നിങ്ങൾ ഒരു കാന്തമായി സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ ഇനിയും അവശേഷിച്ചിട്ടുള്ള നെഗറ്റിവിറ്റിയെ ആ കാന്തം വലിച്ചെടുത്ത് കളയുന്നതായി മനസ്സിൽ കാണുക. ഒരിക്കൽ കൂടി ലെറ്റിംഗ് ഗോ ടെക്നിക് ഉപയോഗിച്ച് മുഴുവൻ നെഗറ്റിവിറ്റിയും നീക്കം ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട്. പക്ഷേ
പക്ഷേ ആ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വാശി പിടിക്കേണ്ടതില്ല. അതിന്റെ ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. അതിനെ അതിന്റെ വഴിക്ക് സ്വതന്ത്രമായി വിടുക. അപ്പോൾ അവ തനിയെ സംഭവിക്കുന്നതായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായി ചെയ്ത ആ പ്രവർത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. അത്തരം പ്രവർത്തികൾ തുടരാൻ നിങ്ങൾക്ക് പ്രേരണ കിട്ടും. നിങ്ങൾ വീണ്ടും ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് നേടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് സദാ തിരക്കുള്ളതായി മാറുന്നു. ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നില്ല. പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവേശക്കുറവ് അനുഭവപ്പെടാം. കാര്യങ്ങൾ മാറ്റിവെക്കണമെന്ന തോന്നൽ ഉണ്ടാവാം. ഇതൊന്നും ആവശ്യമില്ല എന്ന, അല്ലെങ്കിൽ എല്ലാം മനഃപൂർവ്വം നശിപ്പിക്കണം എന്ന തോന്നൽ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സം വരാതെ ഇവയെ നിങ്ങൾ അലിയിച്ചു കളയണം. അതുപോലെ നിങ്ങളുടെ ഉപബോധമനസ്സിൽ തോൽവിയെക്കുറിച്ചും ജയത്തെക്കുറിച്ചും തിരസ്കരണത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ ചില ഭയങ്ങൾ ഉണ്ടായേക്കാം. അവയെല്ലാം നിങ്ങൾ തരണം ചെയ്തു കഴിഞ്ഞതായി മനസ്സിൽ കാണുക. എന്തെങ്കിലും കുറ്റബോധമോ ലജ്ജയോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് കളയുന്നതായി കാണുക. തുടർന്ന് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും നമ്മൾ മെച്ചപ്പെടുത്തുന്നു. മറ്റുള്ളവരെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷ മനസ്സിൽ നിന്ന് കളയുന്നു. നമ്മൾ സ്വയം ഹീലിംഗിന് തയ്യാറാകുന്നു. റേക്കി, NLP പോലുള്ള ഏതെങ്കിലും തെറാപ്പി പരിശീലിക്കാൻ തീരുമാനിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അംഗീകരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശാരീരിക വേദനകൾ എല്ലാം അപ്രത്യക്ഷമായി. നിങ്ങൾക്ക് ശരീരത്തിന് നല്ല സുഖം അനുഭവപ്പെടുന്നു. ഇനി നിങ്ങൾ കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. കണ്ണുകൾ തുറക്കുക. ഇപ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം തോന്നുന്നു. 3 തവണ ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐ ലവ് മൈ സെൽഫ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ വേണമെങ്കിലും ഈ സെഡോണ മെത്തേഡ് പ്രയോജനപ്പെടുത്താം. സാമ്പത്തിക മേഖലയിൽ സെഡോണ മെത്തേഡ് പ്രയോജനപ്പെടുത്തുന്ന വിധമാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. വീഡിയോയ്ക്കായി കാത്തിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു ഗോഡ്.